2026 IPL സീസണിലെ ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കാനായിട്ട് ഒരു ടീമിൽ തന്നെ 2 കളിക്കാർ പരസ്പരം മത്സരിക്കുകയാണ്. അത് മറ്റാരല്ല, ഗുജറാത്തിൻ്റെ ഓപ്പണേഴ്സായ സായ് സുദർശനും ശുഭ്മാൻ ഗില്ലും. സായ് സുദർശൻ 14 മാച്ചുകളിൽ നിന്നായി 638 റൺസാണ് ഗുജറാത്തിന് വേണ്ടി നേടിയിട്ടുള്ളത്. സ്ട്രൈക്ക് റേറ്റ് വരുന്നത് 150, ഓൾമോസ്റ്റ് അറൗണ്ട് 158 പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത്. അതിൽ 62 4ഉം 29 6ഉമാണ് സായ് സുദർശൻ്റെ ബാറ്റിൽ നിന്ന് ഇതുവരെ കിടന്നത്. ഇത്രയൊക്കെ റൺസ് അടിച്ചു കൂട്ടിയിട്ടും എന്തുകൊണ്ട് T20 ടീമിൽ ഇന്ത്യൻ ടീമിലേക്ക് എടുക്കുന്നില്ല എന്ന കാരണം ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പതുക്കെയുള്ള ബാറ്റിംഗ് ശൈലി തന്നെയാണ്. കൂടുതൽ അക്രമാസക്തമായുള്ള ഒരു ബാറ്റിംഗ് ശൈലിയാണ് സായ് സുദർശൻ്റെ. അതുകൊണ്ട് തന്നെയാണ് സെലക്ടർമാർ സുദർശനെ ഇന്ത്യൻ ടീമിലേക്ക് പഠിക്കുകയാണ്. പക്ഷേ ടെസ്റ്റ് ടീമിൽ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനെതിരെ. അടുത്തതായി നമ്മുടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ്. 13 മത്സരങ്ങളിൽ നിന്നായി 616 റൺസാണ് ഗുജറാത്തിന് വേണ്ടി ശുഭ്മാൻ ഗില്ല് അടിച്ചത്. 57 4ഉം 30 6ഉമാണ് ശുഭ്മാൻ ഗില്ല് ഇതുവരെ ഗുജറാത്തിന് വേണ്ടി നേടിയത്. ഒരിടയ്ക്ക്, അതായത് T20 വേൾഡ് കപ്പിൽ നിന്ന് ഒഴിവാക്കിയ പ്ലെയറാണ് ശുഭ്മാൻ ഗില്ല്. ആ ശുഭ്മാൻ ഗില്ലിൻ്റെ ഒരു തകർപ്പൻ കംബാക്കാണ് ഗുജറാത്തിന് വേണ്ടി ഈ സീസണിൽ ഗില്ല് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3ാം സ്ഥാനത്തുള്ളത് മറ്റാരുമല്ല, രാജസ്ഥാൻ റോയൽസിൻ്റെ വൈഭവ് സൂര്യവംശിയാണ്. 13 മത്സരങ്ങളിൽ നിന്നായി 579 റൺസാണ് വൈഭവ് സൂര്യവംശി രാജസ്ഥാന് വേണ്ടി നേടിയിട്ടുള്ളത്. അതിൽ 50 4ഉം 53 6ഉം, അതായത് 4നേക്കാൾ കൂടുതൽ പുള്ളി അടിച്ചത് 6കളാണ്. അതിനൊരു സ്ട്രൈക്ക് റേറ്റ് വരുന്നത് വൈഭവ് സൂര്യവംശിയുടെ ഓവർ 200 ആണ്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിച്ചെങ്കിൽ ഓവർ 200 സ്ട്രൈക്ക് റേറ്റ് വരുന്നത് 2 പ്ലേയേഴ്സ് ഉള്ളത്. അത് വൈഭവ് സൂര്യവംശിയും പിന്നെ വരുന്നത് അഭിഷേക് ശർമ്മയാണ്. വൈഭവ് സൂര്യവംശിക്ക് സ്ട്രൈക്ക് റേറ്റ് വരുന്നത് 236 റൺസാണ്. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ സ്ട്രൈക്ക് റേറ്റ് 202. അപ്പോൾ ആര് തൂക്കും ഈ പ്രാവശ്യത്തെ ഓറഞ്ച് ക്യാപ്പ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.